ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീരാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സത്സംഗത്തിലിരിക്കുന്നത്. ഓരോ സത്സംഗവും ഭഗവാൻ നമുക്ക് തരണത് ആലോചിക്കുമ്പോൾ അത്രയും അത്യത്ഭുതമാണ്. ഞങ്ങൾ ഇപ്പോൾ ശ്രീലക്ഷ്മി വിളിച്ചിട്ടാണ് ഈ വീട്ടിൽ വന്ന് നാമം ജപിക്കാൻ ഭഗവാന്റെ കഥകൾ പറയാനായിട്ട് എത്തിയത്. ഞാനും ശ്രീലക്ഷ്മിയും തമ്മിൽ കണ്ടിട്ടില്ല അതുവരെ. ആദ്യമായിട്ട് ഇന്നാണ് കാണണത്. ഭഗവാന്റെ ആ ഒരു നിയോഗങ്ങൾ എവിടെ എങ്ങനെ എപ്പോഴൊക്കെ എത്തണം എന്നുള്ളൊരു നിയോഗം, ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു നിയോഗം നമുക്ക് അത്ഭുതം തന്നെയാണ് നൽകണത്. ഞാനൊരു ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെമ്പകശ്ശേരിയിൽ പോയി. ഈ കുട്ടി അവിടെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ ചെന്ന് അതിൻ്റെ റിസൾട്ട് അയക്കാൻ വേണ്ടി വാട്സപ്പിൻ്റെ നമ്പർ കൊടുത്തു. ആ നമ്പർ കണ്ടപ്പോഴാണ് മനസ്സിലായിട്ടാണ് എന്നെ വിളിച്ചത്. അത് വിളിച്ചത് ഈ ഗൃഹപ്രവേശത്തിൻ്റെ ആ സമയം നോക്കിയിട്ടാണ് വിളിച്ചത്. ആ സമയത്ത് വിളിച്ച് പറഞ്ഞ കഥകളൊക്കെ, ആ ഗുരുവായൂരപ്പൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ നിയോഗം, നിശ്ചയം, ഭഗവാന് നമ്മളോടുള്ള കരുതലൊക്കെ അതായിരുന്നു. അപ്പോൾ അവിടെ ഗുരുവായൂർ തൊഴാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇത് അറിഞ്ഞപ്പോൾ അപ്പോഴൊന്നും ഇങ്ങനെ ഈ ഗൃഹത്തിലെത്തിപ്പെടണം എന്നൊന്നും എത്തിപ്പെടും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ രാവിലെയുള്ള അതിസുന്ദരമായിട്ടുള്ള ആ ഒരു ഭാവമായിരുന്നു. ആ പട്ടുകോണൊക്കെ കൊടുത്ത് അതെ ആ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ട് ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കുകളൊക്കെ പിടിച്ചിരിക്കണ ഭാവം
അത് കണ്ട് മതി വരാണ്ടാണ് അവിടുന്ന് പോകുന്നത്. എൻ്റെ കൂടെ അങ്ങോട്ട് പോരുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഗൃഹപ്രവേശമല്ലേ, വേറൊരു കൃഷ്ണനെയൊക്കെ കണ്ടുവച്ചു. കൊണ്ടുവരാനായിട്ടൊരു കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ നിൽക്കുന്ന ഈ ഗുരുവായൂരപ്പനെ അതേ രൂപത്തിൽ, എങ്ങനെയാണോ ആ ശ്രീലകത്ത് കണ്ട അതേ രൂപത്തിൽ കൂടെ വരണ്ടോ ചോദിച്ചാൽ എന്നാൽ പിന്നെ ഞാൻ കൂടെ പോരാമെന്ന് പറഞ്ഞ് നിൽക്കണ പോലെ കണ്ടു എന്നുള്ളത് പറഞ്ഞപ്പോൾ ആ ഭഗവാന്റെ ശരിക്കും ഒരു നിറഞ്ഞ സാന്നിധ്യം തന്നെയാണ്. നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ. ഈ രൂപത്തിൽ എൻ്റെ കൂടെ പോരുണ്ടോ എന്ന് ചോദിച്ചാൽ ശരി, ഞാനിതാ പുറപ്പെട്ടു. നമ്മളൊന്നും വിളിക്കാൻ കാത്തിരിക്കുക ഗുരുവായൂരപ്പൻ. നമ്മൾ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നുണ്ടോ ഭഗവാൻ കൂടെ പോന്നോളും. പക്ഷേ നമ്മുടെ ആത്മാർത്ഥത എത്ര ഉണ്ട് എന്നുള്ളിടത്താണ് നമ്മൾ വിളിക്കുമ്പോൾ വരുന്നുണ്ടോ വരണില്ല എന്ന് സംശയം. ഭഗവാനെ കൂടെ പോരുണ്ടോ എന്ന് ചോദിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം അത് മറന്ന് വേറെ പലതിലും മനസ്സ് ഭ്രമിച്ച് മറ്റ് പലതിൻ്റെയും പിന്നാലെ പോയിച്ചാൽ ഒരു പക്ഷേ ഭഗവാൻ പിന്നാലെ വന്നാലും നമ്മളറിയില്ല. നമ്മളപ്പോൾ കൂട്ടിക്കൊണ്ട് കൈമ പിടിച്ചാലും ചിലപ്പോൾ നമ്മൾ തട്ടിക്കളഞ്ഞ് പോന്നു എന്ന് വരും. കാരണം നമ്മുടെ മനസ്സെന്താ വേറെ എവിടെയെങ്കിലൊക്കെയാണ് പോണത്. ആ അമ്പലത്തിൽ എത്തുക, നമ്മളിവിടുന്ന് ഇത്രയും എത്ര കൊതിച്ചിട്ട് വേണം. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ പ്രേമ പുഷ്പാഞ്ജലി കേൾക്കണവരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം അക്രൂരരുടെ യാത്ര പറഞ്ഞു, വൃന്ദാവന യാത്ര. ആ അക്രൂരർ എങ്ങനെയാണോ കണ്ണനെ കാണാൻ പോയത് അതുപോലെ നമ്മൾ ഒരു തവണയെങ്കിലും ഗുരുവായൂർക്ക് പോയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. കാരണം ആ അക്രൂരർ കൊതിച്ചതുപോലെ എത്രയോ വർഷങ്ങളായിട്ട് കാത്തിരുന്നു ഭഗവാനെ. നമ്മളൊരു 10 നാമം ജപിക്കുമ്പോഴേക്കും നമുക്ക് ഭഗവാനോട് പരാതിയായി, ഇത്രയൊക്കെ നാമം ജപിച്ചിട്ട് എൻ്റെ ഭഗവാനെ എന്താ എൻ്റെ നേരക്കൊന്നും നോക്കാത്ത എന്നൊക്കെയാണ് നമ്മുടെ പരാതികൾ. പക്ഷേ അക്രൂരർ എത്ര കാലം കാത്തിരുന്ന സ്ഥലം കംസൻ്റെ അടുത്ത്. മനസ്സിന് നമുക്കിത് ഇന്നത് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മുടെ മനസ്സാക്ഷിക്ക് വിപരീതമായിട്ടുള്ള പ്രവർത്തികൾ വരെ കംസൻ്റെ ആ നിയോഗപ്രകാരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും എന്തോ കർമ്മപ്രാരാബ്ധം കൊണ്ട് ഈശ്വര നിശ്ചയം എന്ന് വിചാരിച്ചിട്ടാവും ഒരുപക്ഷെ അതൊക്കെ ചെയ്ത് ആ സമയത്തും ആ ഭഗവാനെ മനസ്സിൽ വച്ച് എല്ലാം ഈശ്വര പൂജയായിട്ട് സർവകർമ്മവും ഭഗവാനിൽ സമർപ്പിച്ച് അതൊക്കെ ഈശ്വര പൂജ എന്ന ഭാവത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ട് രാത്രി മുഴുവനും ഈശ്വരനെ ഏകാന്തമായി ധ്യാനിച്ചുകൊണ്ട് എന്ന് കാണാൻ സാധിക്കും ആ ഗുരുവായൂരപ്പൻ്റെ അത്യന്ത സുന്ദരമായ ആ സ്വരൂപം എന്ന് കാണാൻ സാധിക്കും എന്നാലോചിച്ച് കൊതിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ കാത്തിരുന്നു. ആരാണോ ഈശ്വരനാമം ജപിക്കരുത് എന്ന് പറഞ്ഞത്, ആരാണോ ഈശ്വര പൂജകൾ ചെയ്യരുത് എന്ന് പറഞ്ഞത്, ആ കംസൻ തന്നെ നിയോഗിച്ചു ആ കണ്ണൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഉദ്ദേശം എന്തോ ആവട്ടെ കംസൻ്റെ, പക്ഷേ ആ കംസൻ തന്നെ നിയോഗിച്ചു. നമുക്കും അതെ പല പ്രകാരത്തിൽ ഭഗവത് നാമങ്ങൾ ചെല്ലാനോ ഈശ്വര ആ പൂജകൾ ചെയ്യാനോ ഇപ്പം ചിലപ്പോൾ നമ്മുടെ ഗൃഹത്തിലുള്ള പലരും നമുക്ക് വേണ്ട വിധത്തിലല്ലാതെ കണ്ട് നമുക്ക് വിരോധമായിട്ട് നിന്നു വരും. എന്നാലും നമ്മൾ അതൊക്കെ സമയമാകുമ്പോൾ ഭഗവാൻ വേണ്ടതുപോലെ എത്തിച്ചു തരുന്നുള്ള ഭാവത്തിൽ ഈശ്വരനെ വിടാതെ കണ്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ, ആ ഈശ്വരനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താ, ഭഗവാൻ നമ്മളുടെ ഒരു കാലവും ആശ്രയിച്ചിടുന്നവരെ കൈവിടുകില്ല കേശവൻ. ഭഗവാൻ ഒരിക്കലും ആശ്രയിക്കണവരെ കൈവിടില്ല. എല്ലാവരുടെയും ദുഃഖങ്ങൾ തീർക്കാനാണ് ഭഗവാൻ സ്വീകരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എപ്പോഴെങ്കിലും മനസ്സിലിങ്ങനെ തോന്നിയിരിക്കും, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ടാണോ, എന്നാൽ കൂടുതൽ ശ്രേയസ് ഉണ്ടാവാനോ എന്തെങ്കിലും ആഗ്രഹം എന്നാൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് നമ്മളെ വിടും. ഇപ്പോൾ കംസൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി ചിലപ്പോൾ വിപരീതമായിട്ടുള്ള ആഗ്രഹം ആവുമായിരിക്കും, എന്നാലും വേണ്ടില്ല, നമ്മൾക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഗുരുവായൂർ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ പോയി ഗുരുവായൂരപ്പനെ കാണുക വേണ്ടു. അങ്ങനെ നിയോഗിച്ച ആ സമയം തൊട്ട് ഇത്രയോ കാലം കൊതിയോടുകൂടി കാത്തിരുന്നിട്ട് കാത്തിരുന്നിട്ട് നമുക്ക് അങ്ങനെ കൊതിയുണ്ടായിട്ട് കാത്തിരിക്കണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ആ അനുഭവം അറിയുള്ളൂ. ഗുരുവായൂരപ്പനെ കാണാനും അങ്ങനെ കാത്തിരുന്ന് പോകണം. കൊതിച്ച് കാത്തിരിക്കുമ്പോൾ പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ തൊട്ടിട്ട്
പിന്നെ വേറെ ഒന്നുമില്ല ചിന്ത, ഊണുമില്ല, ഉറക്കമില്ല, ഒന്നുമില്ലാണ്ട് ഇതാ സദാ എപ്പോഴാണ് എത്തുക, ഞാൻ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും ഭഗവാൻ അങ്ങനെ നിൽക്കുന്നുണ്ടാവുക, ഏത് രൂപത്തിലായിരിക്കും, എന്താണ് ചെയ്യുന്നുണ്ടാവുക എന്ന് ചോദിക്കുന്നു. ആ ഗോപികമാരന്വേഷിച്ച് നടന്ന പോലെ വല്ലികളോടും പൂക്കളോടും പശുക്കളോടും മയിലുകളോടും മാനുകളോടും ഒക്കെ ഇതാ ഭഗവാനെ പറ്റി ചോദിച്ച് കൊതിയോട് കൂടിയിട്ട് ഇതാ പോണു. നമ്മളും ഗുരുവായൂർക്കൊക്കെ പോവാറുണ്ട്. നമ്മളിവിടുന്ന് ഗുരുവായൂർക്ക് പോവാനായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരോടും ഉണ്ടോ എന്ന് ചോദിച്ചു കുറച്ച് പേരെയൊക്കെ കൂട്ടും. ശരിക്കും ഉണ്ടല്ലോ, ഇങ്ങനെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോവുക ഏറ്റവും നല്ലത്. ആരെയും കൂട്ടരുത്, ഒറ്റയ്ക്ക് പോവുക. കൂട്ടുകൂടി കഴിഞ്ഞാൽ പിന്നെ അമ്പലങ്ങളിലേക്കൊക്കെ ഒറ്റയ്ക്ക് പോവുക അത്രയും നല്ലത്. അല്ലെങ്കിൽ അത്രയും ആ ഭഗവാനോട് കൊതിയുള്ള ആൾക്കാരെ മാത്രമേ കൂടെ കൂട്ടാവൂ, അല്ലാത്തവരെയൊന്നും കൂട്ടരുതെന്ന് പറയും. അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കയറി വണ്ടിയിൽ കയറിയിരുന്നു. പിന്നെ ലോകവർത്തമാനങ്ങൾ തുടങ്ങായി. അവർ ഗുരുവായൂരെത്തി, ബസ് നിർത്തി ഗുരുവായൂരെന്ന് അവർ ഇറങ്ങിക്കോളൂ പറയണവരെ സ്ഥലകാല ബോധം ഇല്ലാണ്ടാണ് ലോകവർത്തമാനങ്ങൾ പറയുക. എന്തിനേ ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടത്? ഗുരുവായൂരപ്പനെ കാണാനല്ലേ. ഒരു നാമമെങ്കിലും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു നാമം ജപിച്ചോ? വേണ്ട. നാരായണ 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 നാമം ജപിച്ചോ? ഒന്നുമില്ല. അപ്പോഴും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞു, സാരല്ല, പോട്ടെ, യാത്രയിലല്ലേ, അവിടെ എത്തി. ആ ഗുരുവായൂർ ചെന്നാൽ പിന്നെ നമുക്ക് ധൃതിയായി. ചെരുപ്പ് എവിടെ വയ്ക്കണം, കുട എവിടെ വയ്ക്കണം, ബാഗ് എവിടെ വയ്ക്കണം, എങ്ങനെ വേണം, ആ ധൃതിയായി. ആ തിരക്കൊക്കെ കഴിഞ്ഞ് വരിയിൽ നിന്ന് കഴിഞ്ഞാലും പിന്നെയും ഈശ്വരനാമം ജപിക്കുന്നുണ്ടോ നമ്മൾ? ആ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാവും നമ്മളെ കാത്തുനിന്നിരിക്കുന്നത്? ഇന്ന് എന്തായിരിക്കും ഭഗവാന്റെ ആ ചന്ദനം ചാർത്തിയത്? എങ്ങനെയായിരിക്കും ഇന്ന്? ഭഗവാൻ നമ്മളെ കാണുമ്പോൾ പുഞ്ചിരിക്കുമോ? ആ ഭഗവാന്റെ ആ ഭാവം എന്താവും? ആരാ ചിന്തിക്കണേ? ആരും ചിന്തിക്കണില്ല. അവിടെ ഇരുന്നിട്ടും നമ്മൾ ലോകവർത്തമാനങ്ങൾ പറയണു. ആ ഗുരുവായൂർക്ക് പോണത് ഗുരുവായൂരപ്പനെ കാണാൻ. ഈ ഒരു അവസരത്തിലെങ്കിലും ഈശ്വരനാമം ജപിച്ചൂടെ? അതാണ് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ തീരാത്തത്. ആത്മാർത്ഥമായിട്ട് കൊതിയോടുകൂടി നമ്മൾ ജപിക്കണില്ല. അങ്ങനെ ജപിക്കണം. എന്തായാലും ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ മതി. ആ ഭാവത്തോട് കൂടിയിട്ട് ഭക്തിയാണോ എന്ന് ചോദിച്ചാൽ ഒരു ഇഷ്ടം ഉണ്ടായാൽ മതി ഭഗവാനോടെന്ന് പറയും. ഒരുപാട് തവണ പറഞ്ഞ ഒരു കഥയാണെങ്കിലും മനസ്സിൽ വല്ലാണ്ട് തട്ടി നിന്ന ഒരു കഥയാവുകൊണ്ട് പറയുക. ഒരിക്കൽ കോഴിക്കോടായിരിക്കുന്ന സമയത്ത് അവിടെ പ്രിയദർശൻലാൽ എന്ന് പറഞ്ഞിട്ടൊരു മഹാത്മാവുണ്ട്. അദ്ദേഹം ഇങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോണതാണ്. അപ്പോൾ അദ്ദേഹം ആ കണ്ണൂർ ഭാഗത്തൊരു ക്ഷേത്രത്തിൽ പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി പറയുക. എത്ര പറഞ്ഞാലും ഇതൊന്നും മതിയാവില്ല, അതുകൊണ്ടാണ് പറയണേ. അവിടെ ചെന്നപ്പോൾ ആ ക്ഷേത്രത്തിൽ പ്രശ്നം വയ്ക്കണ അവിടെ ഒരു കിരാതേശ്വര ക്ഷേത്രമുണ്ട്. അവിടെ പ്രശ്നം വയ്ക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണ ഒരു ക്ഷേത്രം. അവിടെ പ്രശ്നം വയ്ക്കുന്നു. അപ്പോൾ എല്ലാവരും പറയണ നാട്ടിൽ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ പരിഹാരം ആവാൻ വേണ്ടി ഈ ക്ഷേത്രം ഇങ്ങനെ കിടക്കണമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ക്ഷേത്രത്തിന് പുനരുദ്ധാരണം വേണം എന്ന് നാട്ടുകാർ തീരുമാനിച്ചിട്ടാണ് അവിടെ ഉണ്ടായത്. ആ സമയത്ത് പ്രശ്നം വച്ചപ്പോൾ ഭഗവാന്റെ പ്രശ്നം വെച്ചപ്പോൾ ആരെ പറഞ്ഞത് ഇടിഞ്ഞു പൊളിഞ്ഞ് പൂജയൊന്നും ഇല്ലാണ്ട് കിടക്കണതാന്ന്. നിത്യം ഇവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട്. അവിടെ ആ ക്ഷേത്രത്തിൽ നിത്യം വിളക്കുണ്ട്. ഭഗവാൻ ഇതുവരെ നൈവേദ്യം മുടങ്ങിയിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇത് കേട്ടിട്ട് എല്ലാവർക്കും അത്ഭുതമായി. കാരണം എല്ലാവർക്കും പ്രത്യക്ഷമായിട്ടുള്ള അനുഭവമാണ്. ഇവിടെ ഒന്നുമില്ല, ഒരു പൂജയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് നടക്കണം, ആരും അങ്ങോട്ട് പ്രവേശിക്കാറില്ല. പിന്നെ ഇങ്ങനെയാണ് ഇപ്പം നിത്യപൂജ ഉണ്ടെന്ന് പറയണേന്ന് വിചാരിച്ചിട്ട് പോയി. അപ്പോൾ പ്രശ്നം വെച്ചപ്പോൾ ഏതാന്നൊക്കെ അന്വേഷിച്ചു. പ്രശ്നം വെച്ചു. ആരെങ്കിലും ഇവിടെ വിളക്ക് തെളിയിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആരും ആ ക്ഷേത്രത്തിൽ നിന്ന് വിളക്ക് തെളിയിക്കണില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു, ആരോ ഒരാൾ സ്നേഹത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് വിളക്ക് തെളിയിക്കുന്നുണ്ട് എന്നുള്ളത്. അന്വേഷിച്ച് വന്നപ്പോൾ ഈ
ക്ഷേത്രത്തിന് നേരെ മുൻവശത്ത് ഒരു പുലയക്കുടിയാണുള്ളത്. അവിടുത്തെ അദ്ദേഹം എന്നും വിളക്ക്, ചിമ്മിനി വിളക്ക്, എണ്ണ വിളക്കും കൂടിയല്ലല്ലോ, മണ്ണെണ്ണ വിളക്ക് കത്തിക്കുമ്പോൾ അപ്പോൾ പൊന്തിച്ച് കാണിച്ചിട്ട് പറയും, തമ്പുരാനെ ഇരുട്ടത്തല്ലേ എന്ന് പറഞ്ഞാൽ വെളിച്ചം കാട്ടാൻ വേണ്ടി ആ വിളക്ക് ഇങ്ങനെ പൊന്തിച്ച് ആ ക്ഷേത്രത്തിലേക്ക് എന്നും അവിടെ കത്തിച്ച് വയ്ക്കുമ്പോൾ അവിടേക്കും കൂടി കാട്ടിയിട്ടാണ് അത്ര, അങ്ങേക്കും കൂടി കണ്ണ് കാണാനാണ് കേട്ടോ ഈ വിളക്ക് എന്ന് പറഞ്ഞ് വയ്ക്കും എന്നാണ് പറയണേ. അത് അങ്ങനെയൊന്നുമല്ല, ഒരു തരം എന്താ പറയുക, ഭക്തി എന്നാ എന്താ പറയുക അതിന്, അങ്ങനത്തെ ചെയ്ത പ്രവൃത്തി ആത്മാർത്ഥമായി. അപ്പം നമ്മൾ ഇപ്പോൾ 7 തിരിയിട്ട് നിലവിളക്ക് കത്തിച്ചാലും 12 തിരിയിട്ട് നിലവിളക്ക് കത്തിച്ചാലും എല്ലാവിധത്തിലുള്ള പൂജകൾ ചെയ്താലും ആ ചെയ്യണ കർമ്മം ഹൃദയത്തിൽ തട്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എങ്ങനെയാണോ പറ്റണേ അങ്ങനെ ചെയ്യുക, അത് കൊതിയോടുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ ആ വിളക്കിനെ സ്വീകരിച്ചു അവിടെ. അപ്പോൾ ശരി, എന്തെങ്കിലും ഭക്ഷണം ഇതുപോലെ കൊടുക്കുക. ഭക്ഷണമൊന്നും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അയ്യോ, അടിയങ്ങളുടെ ഭക്ഷണമൊക്കെ ഭഗവാന് കൊടുക്കാൻ പാടുമോ? അങ്ങനെയാണല്ലോ, തീണ്ടലും തൊടിയിലൊക്കെയുള്ള കാലമല്ലേ. അത് അല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാ ഭക്ഷണം കൊടുക്കണേന്നായി. അത് ഭക്ഷണം കൊടുക്കണേൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പട്ടാളക്കാരൻ ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹം ഒരു പട്ടാളത്തിൽ നിന്നൊക്കെ ഇതാക്കി പോകുന്നു, കുറേശ്ശെ മദ്യസേവയും എന്തൊക്കെയുള്ള ആളാണ്. പക്ഷെ ഭക്തിയുണ്ട് ആൾക്ക്. അമ്പലത്തിൽ പൂവലും തൊഴിലൊക്കെ ഉള്ള ആളായിരുന്നു. അത് എന്തോ കാര്യം പറഞ്ഞ് വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങി. പിന്നെ വീട്ടിലേക്ക് കയറില്ല. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞ് തിരിഞ്ഞു വന്ന് ആരെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും മദ്യമൊക്കെ സേവിച്ച് അലഞ്ഞ് തിരിഞ്ഞു വരും. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ ചെന്നിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുക അത്രേ. ചൂണ്ടയിട്ട് മീൻ പിടിച്ചിട്ട് ആ മീൻ അവിടെ അടുത്തുള്ള വിറകുകളൊക്കെ കൊണ്ടുവന്നിട്ട് 3 കല്ലൊക്കെ കൂട്ടിയിട്ട് അതവിടെ വയ്ക്കും. അപ്പോൾ വെള്ളത്തിൽ മീനിടും, കുറേ ചീര സാധനങ്ങളൊക്കെ ഇങ്ങനെ അതൊക്കെ വലിച്ച് അതിലിടും. എവിടെ നിന്നൊക്കെയോ അരി കിട്ടിയിട്ടുണ്ടെങ്കിൽ അരി കിട്ടിയാൽ അരി അതിലിടും, എന്നിട്ട് വേവിക്കും. അവിടെയാണ് എന്നും ഇരുന്ന് ഇത് വേവിച്ച് കഴിക്കൽ, ഈ ഇടിഞ്ഞിമ്പളിഞ്ഞ ക്ഷേത്രത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഇദ്ദേഹം പറയൂത്രേ, അതെ ഇങ്ങനെ ഭക്ഷണം എടുക്കുമ്പോൾ ഇത് കഴിച്ചാൽ എങ്ങനെയാണ് എനിക്ക് വയറെന്നറിയാം, എനിക്ക് എങ്ങനെയാണ് അത് കഴിക്കാൻ പറ്റുക, കഴിച്ചോളോ എന്ന് പറഞ്ഞാൽ അവിടെ വച്ചിട്ടാണ് അത് കഴിക്കലേ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട്, ശുദ്ധിയുണ്ടോ, വൃത്തിയുണ്ടോ, കാര്യങ്ങളുണ്ടോ? ഇല്ല. ആ ഒരു ഭാവം ഏത് ആളായിക്കോട്ടെ ഉള്ളിലുള്ള ഭാവമാണ്, പുറമേക്കുള്ളതൊന്നുമല്ല. ഈശ്വരൻ നോക്കണേന്നാണ് പറയണത്. ആ ഭാവത്തോടു കൂടി കൊടുത്തപ്പോൾ ഭഗവാൻ അത് സ്വീകരിച്ചു. നമ്മൾ കൊടുക്കണത് സ്വീകരിക്കണില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വിധം ശരിയാവണില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്വീകരിക്കാത്തത്. നമ്മുടെ ഉള്ളിൽ ആ പ്രേമുണ്ടോ? പ്രേമുണ്ടെങ്കിൽ ഇതുപോലെ വിളിച്ചാൽ കൂടെ പോരും, വരാണ്ടിരിക്കില്ല. അങ്ങനെ ഗുരുവായൂരപ്പൻ കൂടെ വന്ന ഒരു ഗൃഹത്തിലിരുന്ന് നാമം ജപിക്കാൻ കഴിയാന്ന് വെച്ചാൽ അത് ഭാഗ്യമല്ലേ. അതുകൊണ്ട് ഞാനാ പറഞ്ഞത്, ഞാൻ അവിടെ വന്ന് നാമം ജപിച്ചോട്ടെ എന്ന് ഞാൻ ശ്രീലക്ഷ്മിയോട് ചോദിക്കുക ചെയ്ത. ഞാനേ അവിടെ വന്ന് നാമം ജപിച്ചോട്ടെ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആവാലോ, അതിനെന്താ വിരോധമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇവിടെ വന്ന് നാമം ജപിക്കാൻ തോന്നിയത്. നമ്മളും ആ ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ ആരും എങ്ങനെയോ ആയിക്കോട്ടെ, ഞാനിതാ ഇവിടെ നിന്ന് ഗുരുവായൂരപ്പനെ കാണാനല്ലേ പോണേ, ആ പോയി വരുന്ന ആ സമയത്ത് പുറപ്പെട്ട് പോയി അവിടെ എത്തി ഭഗവാനെ തൊഴുതുമ്പോൾ മടങ്ങി വരുന്ന സമയത്തെങ്കിലും മറ്റൊന്നും പറയാണ്ടും, അതാണ് മൗനം എന്ന് പറയണത്. അതാണ് മൗനം. ഒരു ദിവസം മുഴുവനും ആരോടും മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതല്ല മൗനം. അങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ മൗനവ്രതമൊക്കെ ആചരിച്ച് ഒരു ദിവസം മുഴുവൻ ആരോടും മിണ്ടാണ്ടിരിക്കും. എന്നിട്ട് കുട്ടികൾ 2 ആകുമ്പോൾ നാളെ ആവട്ടെ, ഇന്ന് ഞാൻ മൗനവ്രതമല്ലേ, അതിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത്. അവർക്ക് കൊടുക്കാനുള്ളത് കണ്ണുരുട്ടിയിട്ടും കയ്യുരുട്ടിയിട്ടും നമ്മുടെ മനസ്സ് മുഴുവനും പ്രക്ഷുബ്ധമായിട്ട് പലതും നമുക്ക് പറയാൻ ഇങ്ങനെ കൊതിയുണ്ടാവും. അതൊന്നും നമുക്ക് പറയാൻ പറ്റാതെ കണ്ടിരിക്കുക. അങ്ങനത്തെ ഒരവസ്ഥയെക്കൂടെയാണ് നമ്മൾ പോവുക. അതിനെന്തിനാ അങ്ങനെ പിടിച്ചു വെച്ചാൽ വിട്ടോളൂ, മാധവനെ വിട്ടോളൂ, മാധവനെ ഓടി നടന്നോളൂ കണ്ണ, ഇവിടെ ഇരിക്കുന്ന. അപ്പം അങ്ങനെ നമ്മുടെ ആ മനസ്സ് ഭഗവാനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ എത്ര വലിയ മഹാത്മാക്കളൊക്കെ ഉണ്ട് ഇതുപോലെ നമ്മുടെ അടുത്ത് ഇരുന്ന് കളിയും ചിരിയും വർത്തമാനമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കും. ഈ നമ്മളുടെ പുറമേക്കുള്ളതൊന്നും അവരുടെ
അകത്തേക്ക് ബാധിക്കില്ല എന്ന് പറയും. അതുപോലെ ആ പുറമേക്കുള്ളത് അകത്തേക്കും ബാധിക്കണില്ല. അകത്ത് ഗോപ്യമായിട്ട് ഗോപികമാരെ പോലെ ഗോപികമാരെല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. പാല് വിൽക്കാൻ പോകുന്നുണ്ട്, വെണ്ണ വിൽക്കാൻ പോകുന്നുണ്ട്, ഇതൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഗോപികമാരുടെ ഉള്ളിൽ എപ്പോഴും കൃഷ്ണനെ പറ്റിയിട്ടുള്ള ചിന്തയാണ്. അവരിതിനൊക്കെ പോകുമ്പോഴും ഭഗവാനെ പറ്റി മാത്രമേ പറയുള്ളൂ. ഓരോ ഗൃഹത്തിലും പോയിട്ട് പാലും മോരും വെണ്ണയൊക്കെ വിറ്റിട്ട് വേഗം തന്നെ എത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയാണ്, ഒരു ഗൃഹത്തിൽ പോയാൽ അവിടെ ഇരുന്നിട്ട് ഭഗവാന്റെ കഥകൾ പറയും. ഇന്ന് എന്തൊക്കെയുണ്ടായെന്നറിയോ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കൃഷ്ണ കഥകളാണ് പറയുക. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ ഓടി വരും ഇത് കേൾക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഇവിടെ കേട്ട കാര്യം തന്നെയാണ് തൊട്ടപ്പുറത്ത് അവരിവിടെ വന്നിട്ടുണ്ടാവും. എന്നാലും അപ്പുറത്തെ ഗൃഹത്തിൽ പോയാൽ എന്താ ഉണ്ടായെന്ന് ഞാൻ ശരിക്കും അങ്ങോട്ട് കേട്ടില്ല. അപ്പോൾ ഗോപികമാരാണെങ്കിൽ ഇതെന്താ ചോദിക്കാത്തതെന്ന് ആലോചിച്ചിട്ടായിരിക്കണം. അവർക്കിത് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല ഗുരുവായൂരപ്പനെ പറ്റിയിട്ട്. അതുപോലെ എത്ര കേട്ടാലും കേൾക്കണവർക്ക് മതിയാവില്ല. അങ്ങനെ പറഞ്ഞും കേട്ടും ഓരോ ഗൃഹങ്ങളിൽ കയറിയിരുന്ന് സന്ധ്യ ആവാറാവുമ്പോൾ, കാരണം എന്താണെന്ന് വെച്ചാൽ ആ പകൽ മുഴുവനും അവർ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് വിരഹ ദുഃഖമാണ് ഉണ്ടാവുക. കാരണം കണ്ണൻ കാലി മേയ്ക്കാൻ പോയേക്ക് അവിടെ ഇല്ല, കണ്ണൻ്റെ കൂടെ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക? കണ്ണൻ വരണ വരയ്ക്കുക സന്ധ്യയ്ക്ക് ആ ഭഗവാൻ മടങ്ങി വരണ വരെ ഇതുപോലെ ഓരോ ഗൃഹങ്ങളിൽ പോയി പാലും വെണ്ണയൊക്കെ വിറ്റ് അതിൻ്റെ കഥകൾ പറഞ്ഞ് എപ്പോഴും മനസ്സുകൊണ്ട് ഭഗവാനോട് ചേർന്നിരിക്കുക. അപ്പോൾ അവർക്ക് വിരഹം ഉണ്ടാവില്ല. അത് കഴിഞ്ഞത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ആ വഴിയിലിങ്ങനെ നിരന്ന് വരുന്ന സമയത്താണ് ഭഗവാൻ വൈകുന്നേരമായിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി വരണ അതിസുന്ദരമായിട്ട് ആ സായം സന്ധ്യയിൽ അത് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെയാണ് ഗോപികമാർ കഴിയണത്. അവർക്ക് ഭഗവാനെ പറ്റി ചിന്തിക്കാണ്ട് വയ്യ, ഭഗവാനെ പറ്റി പറയാണ്ട് വയ്യ, ഭഗവാന്റെ കൂടെ എപ്പോഴും അവർ. അപ്പം അങ്ങനെ പറഞ്ഞും കേട്ടുമാണ് ഭക്തി നമ്മുടെ ഉള്ളിലുണ്ടാവുക. അപ്പം എവിടെയാണോ നമുക്ക് കഥ കേൾക്കാൻ പറ്റണേ, ആ കേൾക്കാൻ കൊതിയുള്ളവർ ഓടിപ്പോയി കേൾക്കുക. നാമം ജപിക്കാൻ സാധിക്കണേ. നാമം ജപിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്ന് ഇരിക്കാനുള്ള ആ പുണ്യം കിട്ടിയത്. നമ്മൾ ജപിച്ച നാമത്തിൻ്റെ ഫലം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഗൃഹങ്ങളിൽ വന്നിരുന്ന് നാമം ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കണത്. അതാണ് അതിൻ്റെ ഒരു മഹത്വം. വീടിനുള്ള വലിപ്പമോ ചെറുപ്പമോ കാര്യങ്ങളൊന്നുമല്ല. അവിടെ അവിടുത്തെ ഉള്ളവരുടെ ആ ഭഗവാനോടുള്ള പ്രേമം എത്രയുണ്ട്, അതേ ഉള്ളൂ. പലരും എന്നോട് പറയും വീട്ടിലേക്കൊക്കെ നാമജപത്തിന് വിളിക്കണമെന്നുണ്ട്, ഞങ്ങളുടെ വീട് ചെറുതാണ്. ഞാൻ പറഞ്ഞു വീടിന് മുറ്റല്ലേ, നമുക്ക് മുറ്റത്ത് നിരന്നിരിക്കാമല്ലോ. ഭഗവാന്റെ കഥ പറയാൻ എന്തിനാ വീട് വലുതാവണേ? ഞങ്ങളുടെ വീട് ചെറുതാ, ഞങ്ങളുടെ വീട്ടിൽ മുറികളില്ല, ഇരിക്കാൻ സ്ഥലമില്ല. ഞാൻ വേണ്ട, മുറ്റത്തിരിക്കണം. മുറ്റത്തിരുന്നൂടെ? അതിൻ്റെ സൗകര്യത്തിൽ നമുക്ക് എല്ലാവർക്കും മുറ്റത്തിരുന്ന് നാമം ജപിക്കാം, ഒരു കുഴപ്പമില്ല. നാമം ജപിക്കാൻ വിളിക്കാൻ തന്നെ തോന്നുക വെച്ചാൽ അതൊരു ഭാഗ്യമല്ലേ? നാമം ജപിക്കാൻ സാധിക്കുക വെച്ചാൽ ഭാഗ്യമല്ലേ? നാമജപം കൊണ്ട് മാത്രമേ ജന്മജന്മാർജിതങ്ങളായിട്ട് നമ്മൾ സമാഹരിച്ച് വച്ചിട്ടുള്ള നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും തീരുള്ളൂ. അതുകൊണ്ട് നാമം ജപിക്കുക അത് തന്നെയാണ് പ്രധാനം. ജപിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് കൊതിയോടുകൂടി ജപിക്കുക. ഒരു ഗൃഹത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഈശ്വരനോടൊരു പ്രേമം തോന്നുക വെച്ചാൽ അത് തന്നെ ഭാഗ്യമാണ്. അത്യപൂർവമായിട്ട് ലഭിക്കുള്ളൂ. അപ്പം നമുക്ക് അത് അത്ര വലിയ കാര്യമാണെന്ന് തോന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു മഹത്വം നമുക്ക് തിരിച്ചറിയാൻ പറ്റാഞ്ഞിട്ടാണ്. ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യമാണത്. ആ കാരുണ്യത്തെ നമ്മൾ തൊട്ടറിയുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഓരോരുത്തരുടെ ഗൃഹത്തിലും നാമജപം. എവിടെ വിളിച്ചാലും ഞാൻ പറഞ്ഞു എവിടെയും നാമജപത്തിന് വിളിച്ചോളൂ, പോവാം. കുറേ അകലങ്ങൾക്കൊക്കെ ആകുമ്പോൾ എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പരമാവധിയൊക്കെ പറ്റണോർത്ത് വരാം എന്നൊക്കെ പറയും. അതിൻ്റെ ആ ഒരു ഗൃഹത്തിലിരിക്കുമ്പോൾ അത് ഭഗവാന്റെ കഥ കേൾക്കാനായിട്ട് ഇപ്പോൾ നമ്മളൊരു കല്യാണമാണ്, ആ കല്യാണത്തിന് വിളിച്ച് ധാരാളം പേര് ആ കല്യാണത്തിന് വന്നു. ധാരാളം പേര് വന്നു കല്യാണത്തിന്. അവരൊക്കെ ക്ഷണിച്ചിരുത്തി വേണ്ടതുപോലെയൊക്കെ കൊടുത്തു. അതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് 10 ആളെ ഉള്ളൂ വെച്ചാലും എന്തിനാ ഓടി വരണേ? കണ്ണൻ്റെ കഥ കേൾക്കാനാണ് ഓടി വരണേ, നാമം ജപിക്കാൻ കൊതിച്ചിട്ടാണ് ഓടി വരണേ. അങ്ങനെയുള്ള 10 സജ്ജനങ്ങൾ ഒരു ഗൃഹത്തിലിരുന്ന് നാമം ജപിക്കുമ്പോൾ ആ ഗൃഹത്തിൽ
നമ്മൾ അറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഒരു ചൈതന്യമാണ്, ഈശ്വര ചൈതന്യം എന്നറിയുകയാണ്. നമുക്കൊരു സുരക്ഷാ വലയം, നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരാവുന്ന ആപത്തുക്കളും ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യണത്. അതാണ് ഓരോ ഗൃഹത്തിലും പ്രത്യേകിച്ച് ഈ കലികാലത്ത് ഇത് എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്നറിയാത്ത അത്രയ്ക്ക് എല്ലാം ഭയപ്പെട്ടിട്ടാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റണില്ല. എപ്പോഴാ അസുഖങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അപകടങ്ങളും എപ്പോഴും മനസ്സിങ്ങനെ പതറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള സമയത്ത് കലൗ കേശവ കീർത്തനം, ഈ കലികാലത്തിന് ഭക്തി ഒരിക്കലും ചോദിക്കുകയുണ്ടായി ശ്രീനാരദ മഹർഷിയോട്, എന്തുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് ഇത്രയും ദുഷ്ടനായ ഈ കലിയെ വച്ച് പുലർത്തിയത്? ആ കലിയെ അന്ന് തന്നെ വധിക്കാമായിരുന്നില്ലേ ഇത്ര വലിയ മഹാപാപം ചെയ്ത ആളെ എന്ന് ചോദിച്ചു. ആ ഒരു സമയത്ത് പറഞ്ഞു, ശ്രീനാരദന് പറഞ്ഞു, കലിയുടെ മഹത്വം അറിഞ്ഞിട്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ്. കാരണം കലികാലത്ത് യാഗങ്ങളോ ഹോമങ്ങളോ പൂജകളോ ഒന്നും കാര്യമില്ല. കാരണം അതിനൊന്നും പരിശുദ്ധി ഉണ്ടാവില്ല. യാഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യാഗഭൂമി പരിശുദ്ധമാവണം, യാഗത്തിന് വേണ്ട സാമഗ്രികൾ പരിശുദ്ധമാവണം, യാഗം ചെയ്യണവരുടെ മനസ്സ് പരിശുദ്ധമാവണം. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ചുതി വന്നാൽ അത് വേണ്ടതുപോലെ ആവില്ല. എന്തു തന്നെ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണോത്ത് നമ്മൾ ചെന്ന് നോക്കിക്കോളൂ. എല്ലാവരോടും ഉറക്കം നാമം ജപിക്കാൻ പറയും. കാരണം എല്ലാത്തിനെയും പരിശുദ്ധമാക്കാൻ ആ നാമജപത്തിനേ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് കലിയുടെ മഹത്വം. കലികാലത്ത് ഭക്തിയോടുകൂടി ഉറച്ച് നാമം ജപിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു കാലം അത്രയും മഹത്വമാണ്. ബാക്കി എല്ലാ യുഗങ്ങളിലും ചെയ്യുന്ന ആ തപസ്സുകളെക്കാളും ഹോമങ്ങളെക്കാളും പൂജകളെക്കാളും ഒക്കെ ശ്രേഷ്ഠമാണ് കലികാലത്ത് നാമജപം. ആ നാമം ജപിക്കാൻ നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ എഴുത്തച്ഛൻ പറയണു, പൂന്താനമുത്തച്ഛനും പറയണു. നാവു കൂടാതെ ജാതന്മാരാകിയ മുഖരെ അങ്ങൊഴിച്ചുള്ള മാനുഷർ എണ്ണമറ്റാ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം. ഒന്ന് ജപിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കേട്ടാൽ മതി. അപ്പോൾ ആ കേൾക്കും തോറും വീണ്ടും കേൾക്കണം, വീണ്ടും കേൾക്കണം, വീണ്ടും കേൾക്കണം എന്ന് തോന്നും. പിന്നെ കുറേശ്ശെ നാണം ഉണ്ടാവും ആദ്യമൊക്കെ. പിന്നെ അത് കൂടാണ്ട് നാമം ജപിക്കാൻ തോന്നും. ജപിച്ച് കഴിഞ്ഞാൽ കഥകൾ കേൾക്കാൻ തോന്നും, ഭഗവാനെ പറ്റി പാടാൻ തോന്നും. ആദ്യമൊക്കെ നമ്മൾ മടിച്ചിരിക്കും. പിന്നെ നമുക്ക് എന്ത് രാഗമുണ്ട് എന്തുണ്ട് അതൊന്നും നോക്കണ്ട, ഗുരുവായൂരപ്പനെ സമർപ്പിക്കുകയല്ലേ, എനിക്കിതേ അറിയുള്ളൂ, അപ്പം എൻ്റെ കയ്യിലുള്ളതല്ലേ എനിക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഭാവത്തിൽ പാടാൻ തോന്നും, ആടാൻ തോന്നും, നാമം ജപിക്കാൻ തോന്നും. അതിന് ഒരു തവണയെങ്കിലും കേൾക്കണം. ഒരിക്കലും അറിയാത്ത ഒരു വസ്തു, ഒരിക്കലും കേൾക്കാത്ത ഒരു വസ്തുവിനെ പറ്റി ആഗ്രഹിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹിക്കാൻ പറ്റുമോ? നമ്മൾ ഒരിക്കലും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, ഇങ്ങനെ ഒരു വസ്തു ഉണ്ടോയെന്ന് അറിയൂല. ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വസ്തു ഇരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി ആരെങ്കിലും ഇന്നേ വരെ അങ്ങനെയുള്ളൊരു വസ്തുവിനെ ആഗ്രഹിച്ചു എന്ന് കേട്ടിട്ടുണ്ട്? എല്ലാവരും കൊതിച്ചിട്ടാണ്, കേട്ട് 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 കൊതിച്ചിട്ടാണ് എല്ലാവരും. അപ്പോൾ എങ്ങനെയാ രുക്മിണി എത്തിച്ചേർന്നത് ഭഗവാന്റെ അടുത്തേക്ക്? ശ്രീനാരദ മഹർഷി രുക്മിണിയെ പറ്റി പറഞ്ഞ് ഉള്ളിൽ ഇഷ്ടം തോന്നി. ഇപ്പോൾ ആദ്യമൊക്കെ ഭഗവാനെ ഒന്ന് കാണണം എന്നായിരുന്നു ഇഷ്ടം തോന്നണേ. പിന്നെ ആ ഇഷ്ടം വലുതായി ഇനി എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് ഭഗവാനെ മാത്രമേ ഉള്ളൂ, അതുവരെ എത്ര ജന്മം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കുന്നുള്ളൊരു ഭാവമായി. അത് കേട്ടത് കൊണ്ടാണ്. എങ്ങനെയാ കംസൻ, ബാക്കിയൊക്കെ പോട്ടെ, കംസന് എത്ര വർഷത്തെയാണ് 12 വർഷം ഭഗവാൻ 12ാമത്തെ വയസ്സിലാണ് കംസനെ വധിക്കണേന്ന് പറഞ്ഞു. വധിക്കുകയൊന്നുമല്ല, അവിടെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. നമ്മളങ്ങനെ പറയണമെന്നേ ഉള്ളൂ. പിന്നെ അത് കൂടാണ്ട് ഒരു 8 വർഷം വേറെയും ഒരു 22 വർഷത്തോളം വിഷ്ണു സ്മരണയിൽ ഇരുന്നിട്ടാണ് അദ്ദേഹത്തിന് സായുജ്യം കിട്ടിയത്. അതിനെന്താ കാരണം? അശരീരി കേട്ടു, ഇവൾക്ക് 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുക. അപ്പം അങ്ങനെ ആരോ ഉണ്ട് എന്നെ വധിക്കാൻ. ആ വധിക്കാൻ വരുന്നത് ആരാണെന്ന് എല്ലാ ദിക്കിലും അന്വേഷിച്ച് നടന്നു.
അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ ആ ഭഗവാൻ മുന്നിൽ വന്നത് ആ സായുജ്യം നൽകി. കേൾക്കാത്തതും കാണാത്തതുമായ ഒരു വസ്തുവിനും ആർക്കും ആഗ്രഹം തോന്നില്ല. അപ്പോൾ ഭഗവാനെ നമുക്ക് അറിയണില്ല എന്നുണ്ടെങ്കിൽ അറിയാൻ ആഗ്രഹിക്കും. ഭഗവാനെ പറ്റി കേട്ടിട്ടില്ല, ഭഗവാനെ പറ്റിയിട്ട് അറിയണില്ല. ഇപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ പറയാം പാൽപ്പായസത്തിൻ്റെ ഒരു മധുരത്തിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ആരോടെങ്കിലും പറയാം ഞങ്ങളുടെ നാട്ടിലെ പാൽപ്പായസം ഉണ്ട്, എന്തൊരു മധുരമാണെന്നറിയുക, ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പൻ്റെ അവിടെ പോയാൽ മതി, അവിടുത്തെ ഒരു പാൽപ്പായസം കിട്ടും, എന്തൊരു മധുരമാണ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എത്രയോ വർണ്ണിച്ച് ഒരാളോട് പറഞ്ഞോട്ടെ. അതിൻ്റെ ഒരു രുചി ചിലർക്ക് തോന്നും എന്നാൽ ഒന്ന് പോയി കഴിച്ച് കളയാവുന്നത്. അതുപോലെയാണ് കുറച്ചെങ്കിലും ഈശ്വരനോട് പൂർവ്വജന്മത്തെ ആ വാസന ബാക്കി നിൽക്കുന്ന ജീവന്മാരുണ്ടെങ്കിൽ ആ ജീവന്മാർക്ക് തോന്നും എന്നാൽ ഒന്ന് പോയി കഴിച്ച് കളയാം. പായസം കുടിക്കാനായിട്ട് ഗുരുവായൂർക്ക് വന്നിട്ട് ഗുരുവായൂരപ്പന്, ഞാനത് വെറുതെ പറഞ്ഞതൊന്നുമല്ല, എന്നോട് ഒരാൾ പറഞ്ഞതാ, എനിക്ക് ഗുരുവായൂരപ്പനോട് ഇഷ്ടം ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ, ഈ ഗുരുവായൂരപ്പൻ്റെ പായസത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞ് പായസം കുടിക്കാൻ കൊതിയായിട്ട് ഞാൻ ഗുരുവായൂർക്ക് പോയി. പക്ഷേ ഇപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് പായസത്തിനേക്കാളും മധുരമാണ് ഗുരുവായൂരപ്പനെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ആയി തീർന്നതെന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഭഗവാൻ നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൂർവ്വജന്മ സുഹൃതമാണ് ആ ഒരു ജീവൻ്റെ സുഹൃതം. ചിലവർക്ക് എത്ര കേട്ടാലും മതി, അവർ അത്ര സാധനമൊന്നും ഉണ്ടാക്കുക അതില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അല്പമെങ്കിലും രുചിപ്പിക്കാൻ നോക്കും, എങ്ങനെയെങ്കിലും നിർബന്ധമായിട്ട് അതിൻ്റെ രുചി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോയിന്ന് വരും. ചിലവർ രുചിച്ചാലും എഴുതാത്രയൊന്നും ഇല്ല, അതിനേക്കാളും സാധ് വേറെ ഏതെങ്കിലും ലഹരിക്കുക എന്ന് പറഞ്ഞ് പോണവരും ഉണ്ടാവും, ഇല്ല എന്നില്ല. അത് ഓരോ ജീവൻ്റെയും ഗതിക്കനുസരിച്ചിട്ടാണ്. എങ്കിലും ഈശ്വരനാമം ജപിക്കുമ്പോൾ ഇഷ്ടത്തോടു കൂടി ആ പരമപ്രേമത്തോടു കൂടിയിട്ട് കൊതിയോടു കൂടിയിട്ട് ജപിക്കാൻ സാധിക്കാൻ വെച്ചാൽ അത് തന്നെയാണ് പൂർവ്വജന്മ സുഹൃതം എന്ന് പറയണത്. നമ്മളെ ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതും അത് തന്നെയാണ്. ആ നാമജപം തന്നെയാണ് ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. പരസ്പരം കാണാത്തവർ വരെ സ്നേഹത്തിലായത് ഒരേ കുടുംബത്തിലെ അംഗങ്ങളായി. ഏത് കുടുംബത്തിലെയാ? രക്തബന്ധം കൊണ്ടല്ല, കൃഷ്ണ കുടുംബത്തിലെ അംഗങ്ങളായി. അങ്ങനെ ആ കൃഷ്ണ കുടുംബത്തിലേക്ക് അംഗങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ഇവിടെ നിന്ന് ആർക്കും ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ, ആർക്കും ഒന്നുമില്ല. ഇവിടെയുള്ള കൃഷ്ണ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം വഴക്കുണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, അവിടെ തമ്മിത്തല്ലാനായിട്ട് ഒന്നുമില്ല. എല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഭഗവാന്റെ കഥകൾ പാടണം, ഭഗവാന്റെ കഥകൾ പറയണം. ഇതേ ആഗ്രഹം എല്ലാവർക്കും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ വേറെ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാണ്ട് ആ കൃഷ്ണ കുടുംബം ഇങ്ങനെ വലുതായി വരുന്നു. സ്വന്തം അടുത്ത് ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ആ ഒരു മഹത്വം, അകലെയുള്ളവർക്കാവും മനസ്സിലാവുക എന്ന് പറയണില്ലേ. അതുപോലെ ആർക്കൊക്കെയാണെന്നുള്ളത് ഭഗവാനാണ് തീരുമാനിക്കണേ, എവിടെ എങ്ങനെ വേണം എന്ന് ഗുരുവായൂരപ്പൻ തീരുമാനിക്കുന്നു. ആ ഗുരുവായൂരപ്പൻ ഞാനിവിടെ എത്തിയിട്ട് അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഓടി വന്നു. എപ്പോഴും പിലി ചാർത്തിയ പൊന്നിൻ കിരീടവും ഫാലദേശത്തു തൊട്ടൊരു ഗോപിയും ചന്ദനത്താൽ പൊതിഞ്ഞാതിരുമയും നല്ല കൃഷ്ണ തുളസിപ്പൂമാലയും. ഇവിടെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഒരു തുളസിമാല എന്നും ചാർത്തണേ, അല്ല ചാർത്തണം എന്ന് എനിക്കൊരു മോഹം തോന്നിയതാണ് കണ്ടപ്പോഴേ. ആ തുളസിമാലയും കൂടി ആയാൽ പൂർണ്ണമായി. നല്ല കൃഷ്ണ തുളസിപ്പൂമാലയും കൊച്ചു കയ്യിലൊരിത്തിരി വെണ്ണയും മറ്റേ കയ്യിലൊരോടക്കുഴലുമായി പുഞ്ചിരിയോടെ നിൽക്കുന്ന കണ്ണനെ. അത്ര സുന്ദരനായിട്ട് ഇതാ ഭഗവാൻ നിൽക്കണു. പട്ടുകോണവും മുത്തരഞ്ഞാണവും കൊച്ചു കയ്യിലൊരിത്തിരി വെണ്ണയും മറ്റേ കയ്യിലൊരോടക്കുഴലുമായി പുഞ്ചിരിയോടെ. അതാ പറഞ്ഞ അത് ഭഗവാൻ ഇങ്ങനെ ചോദിക്കണതാണ്. ഗുരുവായൂരപ്പൻ ആ തുളസിമാല ഉണ്ടെങ്കിലാണ് അത് ഇതാവുക. മാധവൻ ഉറങ്ങിയില്ലേ? മാധവ നറും പുഞ്ചിരി നൽകുമോ. അപ്പോൾ അവിടെ ഇരുന്നോട്ടെ, മാധവൻ അവിടെ ഇരുന്നോട്ടെ കേട്ടോ, നാമജപം കേൾക്കാനായിട്ട്.
അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള ആ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ശരിക്കും അനുഭവമായിട്ടുണ്ട്. അതുതന്നെയാണ് ഭഗവാൻ ഓരോന്നോരോന്ന് ചോദിക്കുക. പണ്ട് അഘോരമണിയുടെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, എവിടെ എനിക്ക് അതെവിടെ ഇതെവിടെ എന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞ് എപ്പോഴും ശാന്തി, എന്തു തന്നെ വന്നാലും എന്തു തന്നെ ഭവിക്കലുമൊക്കെയും എൻ്റെ കണ്ണൻ തരുന്ന പ്രസാദമായി ഏറിയ മോതാലേറ്റുകൊണ്ടിടുവാൻ ഏകണം വരം കൃഷ്ണ എനിക്കു നീ. എന്തു തന്നെ ആയാലും വേണ്ടില്ല, എൻ്റെ സന്താപവും സന്തോഷവും കൃഷ്ണ നീ എനിക്കേകിയ പുണ്യമല്ലേ. എല്ലാം ഭഗവാൻ തരണതാണ്. നമ്മുടെ സന്തോഷവും സന്താപമൊക്കെ ഈശ്വരൻ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെ തീർക്കാൻ വരുന്നതാണ്. സന്തോഷം വരുമ്പോൾ വല്ലാണ്ട് സന്തോഷിക്കാനും പോണ്ട, ദുഃഖം വരുമ്പോൾ വല്ലാണ്ട് ദുഃഖിക്കാനും പോണ്ട, ഒരേ ഭാവത്തിലിരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മുടെ നാമജപം. എന്തായാലും വേണ്ടില്ല, അതിനാണ് നമ്മുടെ നാമജപം. ഗോപികമാർ കൃഷ്ണൻ എത്രയോ ഓരോരോ കുറേശ്ശെയായിട്ട് ആ ഗോപികമാരെ ശരിക്കും ആ ബ്രഹ്മാനന്ദം അനുഭവിക്കാനുള്ള പാകത്തിലേക്കാക്കി. ആദ്യം തൻ്റെ ലീലകളെ കൊണ്ട് കൊതിപ്പിച്ച് ആ ഉള്ളിൽ പ്രേമം വളർത്തി. പിന്നെ ആ വസ്ത്രാപഹരണ ലീലയിലൂടെ ശരീരബോധത്തിനെ കളഞ്ഞ്, ശരീരബോധം ഉണ്ടെങ്കിൽ ഭഗവാനെ കിട്ടില്ല, ശരീരബോധം ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ടും ശരണാഗതി ചെയ്താൽ മാത്രമേ ഈശ്വരനെ ലഭിക്കുള്ളൂ എന്നുള്ള ഭാവത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ ആ ഒരു ഭാവത്തിൽ പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് രാസത്തിന് ഒരുക്കിയിട്ട് ആ രാസരസം അനുഭവിക്കുക. രാസരസം എന്നാൽ ആ ബ്രഹ്മാനന്ദം തന്നെയാണ്. അപ്പോൾ അത് അനുഭവിപ്പിക്കാനായിട്ട് പോയ സമയത്ത് അവർക്ക് എന്തേ തോന്നി, കൃഷ്ണൻ്റെ സൗന്ദര്യത്തിൽ, കൃഷ്ണൻ്റെ സ്നേഹത്തിലൊക്കെ അവർ അങ്ങനെ ആ ബാഹ്യമായതിൽ അപ്പോഴും അവർ ഭ്രമിച്ചു എന്ന് സംശയം. അപ്പോൾ ആ തൻ്റെ സ്വരൂപത്തിനെ തന്നെ അങ്ങോട്ട് മറച്ചു. രൂപമല്ല ഞാൻ എന്നുള്ളത് ബോധ്യം ഉണ്ടാക്കി. നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനാണ്. അതുതന്നെയാണ് ഗോപികമാർ പാടിയത്. അഖിലദേഹിനാം അന്തരാത്മാതൃക് എന്ന് പാടിയത്. എല്ലാവരുടെ ഉള്ളിലും അന്തരാത്മാവായിട്ടിരിക്കുന്ന ഭഗവാൻ. ആ സത്യത്തെ ബോധിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ആദ്യം തന്നെ രാധാറാണിയെയാണ്, രാധാറാണിയും കൂടെ പോയിപ്പോൾ. രാധാറാണി എന്ന് വെച്ചാൽ പരമപ്രേമമാണ് രാധ. പ്രേമമില്ലാണ്ട് വരുമ്പോൾ ഒരു ശൂന്യാവസ്ഥയാണ് ഭഗവാന്റെ മുമ്പിൽ. അത് കഴിഞ്ഞാൽ പ്രേമം ഭഗവാനത്തോട് കൂടിയിട്ട് ആദ്യം പിന്നെ അവരുടെ അടുത്തേക്ക് എത്തിയത് രാധയാണ്. ആ ഉള്ളിൽ ഭഗവാനോടുള്ള പ്രേമം നിറഞ്ഞു. അവരുടെ ആ പുറമേക്കുള്ള ആ നോട്ടം എല്ലാം ഉപേക്ഷിച്ച് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ സാക്ഷാൽ മന്മഥനായിട്ട് ഭഗവാൻ അവരുടെ ഉള്ളിൽ നിറഞ്ഞു കണ്ടു. അങ്ങനെ ഓരോ ഗോപികമാരും അവരവരുടെ ആ ഉള്ളിലുള്ള ആ ആത്മാരാമനായിട്ടുള്ള ഭഗവാൻ, അവരവരുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാൻ, ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനോട് രമിച്ചുകൊണ്ട് ആത്മാനന്ദത്തെയാണ് അനുഭവിച്ചത്. അല്ലാണ്ട് നമ്മൾ കരുതണ പോലെയുള്ള ബാഹ്യമായിട്ടുള്ള ഒരു ആഗ്രഹമൊന്നുമല്ല അവിടെ നടന്നത്. അങ്ങനെയുള്ള ആ ഒരു ബാഹ്യമായ ആ ഒരു ആനന്ദമല്ല, ഉള്ളിലുള്ള ആത്മാനന്ദത്തെ ഗോപികമാരനുഭവിച്ചു. ഇത്രയൊക്കെ ആയിട്ടും ആ ഗോപികമാർക്ക് അക്രൂരർ വന്നിട്ട് കൊണ്ടുപോകണു മധുരയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ ദുഃഖമായിരുന്നു. കൃഷ്ണനെ പിരിയാൻ വയ്യാക്കി. കൃഷ്ണനെ പിരിയാന്ന് വെച്ചാൽ ഈ രൂപമല്ല, നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നതാ ഞാൻ എന്ന് ഉറപ്പിച്ചിട്ട് പോലും അവർ കരഞ്ഞ് നിലവിളിച്ച് ബുദ്ധിമുട്ടി എന്നുള്ളത് കാണേണ്ടത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലാണ്. ഓരോരോ ഘട്ടത്തിലൂടെ നാമജപത്തിലൂടെയും ഓരോ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളെ ഈശ്വരനോട് കൂടി ചേർക്കണു. ആ സമയത്ത് നമ്മൾ പല വിധത്തിൽ നമ്മളുടെ ആ ദേഹാഭിമാനം ഉയർന്നിട്ട് പലത് വരുമ്പോൾ അതിനനുസരിച്ചിട്ടൊരനുഭവം ഉണ്ടായിട്ട് ഇത് സ്വന്തം ശരീരത്തിന് അതിനേക്കാളൊക്കെ വലുതാണ് ആ ഈശ്വരനോടുള്ള പ്രേമം എന്നൊക്കെ മനസ്സിലാക്കി തന്ന് നാമജപത്തിലൂടെ ഭാഗവതത്തിലൂടെയൊക്കെ നമ്മൾ ഭഗവാനോട് നല്ലോണം അടുത്ത് ഇരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ആരുടെങ്കിലും ഒരു വിയോഗമുണ്ടായി എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്കറിയാം.
ആരായാലും ജനിച്ചാൽ മരിക്കണം, എപ്പോൾ വേണമെങ്കിലും അവരുടെ കർമ്മപ്രാരബ്ധം തീർന്നാൽ ശരീരം ഉപേക്ഷിച്ച് പോവും. ആ ശരീരമല്ല, അതിൻ്റെ ഉള്ളിൽ ആത്മാവാണ്, ആത്മാവ് ഭഗവാനിലാണ് ലയിച്ചതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ നമുക്ക് ബോധമുണ്ട് വെച്ചാലും വിട്ടുപോകുമ്പോൾ നമ്മുടെ ഭാവം അങ്ങനെ ആവില്ല. അപ്പോൾ നമ്മളിത് ഉറക്കെ നിലവിളിച്ച് കരയണം. എങ്കിലും ഈശ്വരനെ ആശ്രയിച്ചത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായിട്ട് തീരും. അതുപോലെ തന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഗോപികമാരുടെ മനസ്സ് ശാന്തമായി. അവരുടെ ഓരോ രോമകൂപത്തിലും, ഗോപികമാരുടെ ഓരോ രോമകൂപത്തിലും ഉദ്ധവർ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു എന്നുള്ളതാണ് പറയണേ. അങ്ങനെ കണ്ടിട്ടാണ് ആ ഉദ്ധവര് വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണു അഭിഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. ആ വീണ് ഉരുണ്ട് ആ പരമപ്രേമത്തിനെ അനുഭവിച്ചത് അവരുടെ കാൽപ്പൊടികളിൽ ആ പാദരേണു, ഒരു പാദരേണു എങ്കിൽ ആ ഒരു തരി മണലെങ്കിലും തൻ്റെ ശരീരത്തിൽ പറ്റിയാൽ തനിക്ക് ഭക്തി ഉണ്ടാവട്ടെ എന്ന് വീണുരുണ്ടത്. അതും ഉദ്ധവരാരാ? ഉദ്ധവർ അത്രയും ഭക്തിയുള്ള, ഈ ഗോപികമാരെ പോലെ തന്നെ ഭക്തിയുള്ള ആളാണ്. എന്നിട്ടും ഉദ്ധവർക്ക് എന്താ തോന്നണേ? എനിക്ക് ഭക്തി പോരാന്ന് തോന്നുന്നു. നമ്മൾ 4 ദിവസം അടുപ്പിച്ച് 2 നാമം ജപിച്ചാൽ മതി. നമുക്ക് തോന്നുന്നത് നമുക്ക് നല്ല ഭക്തിയാണ്. നമ്മളെ പോലെ ഭക്തി വേറൊരാൾക്കില്ല. അവരൊക്കെ കണ്ടു നാമം ജപിക്കാണ്ട് നടക്കണം, 2 നാമം ജപിച്ചുകൂടെ നമുക്ക്. അപ്പോഴേക്കും നമുക്ക് അവരെ നോക്കിയിട്ട് ഇവരെ നോക്കിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കണില്ല. പുറമേ ഉള്ളവരെ നോക്കി അവർ നാമം ജപിക്കണില്ല, അവരങ്ങനെ ചെയ്യണില്ല, ഇവരിങ്ങനെ ചെയ്യണില്ല എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്യണ ആളാണ്, എനിക്ക് നല്ല ഭക്തിയുണ്ട്. അപ്പോൾ അവിടെ എന്താ വന്നേ? അഹം ഉണ്ടെങ്കിൽ എന്നെ കിട്ടില്ല എന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞു. ദേഹബോധം ഉണ്ടെങ്കിൽ എന്നെ കിട്ടില്ല എന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും സത്സംഗത്തിലിരിക്കണം, എപ്പോഴും നാമം ജപിക്കുക. ഏത് സമയവും നമുക്ക് നാമം ജപിക്കാൻ സാധിക്കുന്ന ആ ഒന്നേ വേണ്ടു ഹരിനാരായണായ നമ. നാവ് മാത്രം മതി. ഏത് തന്നെ പ്രവൃത്തി ചെയ്യുമ്പോഴും എന്തു തന്നെ ചെയ്യുമ്പോഴും നാമം ജപിക്കാനോ ഒരു തടസ്സവും ഇല്ല. നാവ് കൊണ്ട് ഇങ്ങനെ നാമം ജപിക്കാൻ എന്താ തടസ്സം? പ്രത്യേകിച്ച് കലികാലത്ത് ഈ സമയത്ത്. കാരണം നമ്മൾ എപ്പോഴും വീട്ടിലായണെങ്കിലും നമ്മൾ തനിച്ചുണ്ടാവുന്ന സമയങ്ങളാണ് അധികവും. ഇപ്പോൾ കുട്ടികളായാലും പണ്ടത്തെ പോലെ എല്ലാവരും ഒരുമിച്ചിരിക്കില്ലേ, ഓരോരുത്തരും ഓരോരോ വഴിക്ക് പോകും. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുഖമായി നാമം ജപിക്കാൻ. തന്നെയാണല്ലോ എന്നുള്ളതില്ല, നാമം ജപിക്കാൻ ഒരവസരം കിട്ടിയല്ലോ എന്നുള്ളതാണ്. അത് ഏത് സമയത്തായാലും നാമം ജപിക്കാൻ സാധിക്കുക. യാത്ര ചെയ്യുമ്പോഴായാലും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴായാലും മനസ്സുകൊണ്ട് നാമം ജപിക്കുക, നാവ് കൊണ്ട് ജപിക്കാൻ പറ്റുന്ന സമയത്ത് ജപിക്കുക. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങൾ നീങ്ങുള്ളൂ. മറ്റുള്ളവരുടെ ആ പുറത്തേക്ക് കണ്ടിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മളെ തന്നെ അയ്യോ നമ്മുടെ ഉള്ളിലുള്ളത് തിരിച്ചറിയും. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയല്ലേ ചെയ്തേ, അങ്ങനെ ചെയ്തത് തെറ്റായില്ലേ, അതല്ലേ എൻ്റെ തെറ്റ്. അവനവൻ്റെ തെറ്റിനെ അവനവൻ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ആ ദേഷ്യം വരണത് ഒരിക്കൽ ഒരമ്മ ചെന്നിട്ട് നള്ളിയൂർ തിരുമേനിയുടെ അടുത്ത് ചെന്നിട്ട് കാൽക്കൽ വീണ് കരഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരയണം. എന്താ കാരണം പറയാം? എനിക്ക് എന്താന്നല്ലാത്ത ദേഷ്യമാണ്. ഭർത്താവിനോട് ദേഷ്യം പിടിക്കുക, മക്കളോട് ദേഷ്യം പിടിക്കുക, എന്തെങ്കിലും എൻ്റെ കണ്ണിൻ്റെ നേരെ കണ്ടാൽ എനിക്ക് ദേഷ്യം വരിക. അവർ ചെയ്യണത് ഏതെങ്കിലും എനിക്ക് ഇഷ്ടമാവാത്ത അപ്പം ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങും, വഴക്ക് കൂടാൻ തുടങ്ങുന്നു. അപ്പോൾ അദ്ദേഹം അവരെ തൊഴുതൂത്രേ. കാരണം ഈ ദേഷ്യം വരേണ്ടത് ശരിയല്ല, തെറ്റാണ്, ഇതിനെ തിരുത്തണം എന്നുള്ളൊരു മനോഭാവം ഉള്ളിലുണ്ടല്ലോ. നിങ്ങൾ ഭാഗ്യവതിയാണ്, നിങ്ങൾ ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട ആളാണെന്നാണ് പറയണേ. അദ്ദേഹം പറയണത് അത് നമുക്ക് ആ തിരിച്ചറിവ് അതുവരെ ഉണ്ടാവില്ല. നമ്മൾ മാത്രമാണ് ശരിയെന്ന് തോന്നും. ഈ നാമജപത്തിലൂടെ മാത്രമേ അങ്ങനെയുള്ള തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. നാമം ജപിച്ച് മാത്രമേ. കാരണം ഇപ്പോൾ ഒരു ജന്മം കൊണ്ട് സാധ്യമാകുമെന്ന് വെച്ചാൽ ചിലപ്പോൾ സാധ്യമായി എന്നൊന്നും വരില്ല. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഏത് നിമിഷമാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരൊറ്റ നാമം കൊണ്ട് സാധ്യമാവുകയും ചെയ്യും, അതും പറയാൻ പറ്റില്ല. ആ ജന്മാന്തരങ്ങളായിട്ട് അങ്ങനെ അടിഞ്ഞുകൂടി കിടക്കണ അഴുക്ക് കഴുകിക്കളയാൻ എത്ര പരിശ്രമിക്കണമെന്നൊന്നും നമുക്ക് നിശ്ചയില്ല. ചിലപ്പോൾ കുറേ പരിശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെ കണ്ടിട്ടില്ലേ, പാത്രം കുറേ ഇങ്ങനെ തേക്കുമ്പോൾ അങ്ങനെ പരസ്യത്തിലൊക്കെ കാണാം, ഒരു തുള്ളി വെള്ളം ഒഴിക്കുക, ഇങ്ങനെ മുക്കിയെടുത്താൽ വെളുത്തു എന്ന് പറയണ പോലെ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് നമ്മളെ ഒരു മുക്കി അങ്ങോട്ട് എടുത്താൽ നമ്മൾ പറയാം ആ ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു കാരുണ്യം തോന്നിയാൽ രക്ഷപ്പെട്ടു. ആ കാരുണ്യം തോന്നണം.
അതിനു വേണ്ടിയിട്ട് ആ പ്രേമഭാവത്തോടു കൂടിയിട്ട് നാമം ജപിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ നാമം കുറച്ച് സമയം നാമം ജപിച്ചിട്ട് ഈ സത്സംഗം അവിടെ സമർപ്പിക്കാം. ഒരുപാട് ഗുരുവായൂരപ്പൻ്റെ കാൽക്കലാണോ നമസ്കരിക്കേണ്ടത്, ഭഗവാനെ നമസ്കരിക്കണോ, ഭക്തനെ നമസ്കരിക്കണോ എന്നൊന്നും അറിയണില്ല. അത്രയും സന്തോഷമാണ്, ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സത്സംഗം ഇവിടെ ഉണ്ടായി. ഇത്രയും ഭക്തജനങ്ങളെ കാണാൻ സാധിച്ചതും അവരുടെ മനസ്സുകൊണ്ട് അവരുടെ പാദത്തിലൊക്കെ നമസ്കരിക്കാൻ സാധിച്ചതൊക്കെ ഭാഗ്യമാണ്. അതൊക്കെ ഭഗവാന്റെ കാരുണ്യമാണ്. എല്ലാ നന്മകളും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, ശാന്തി സമാധാനവും ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി നാമം ജപിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. രാമ ഹരേ ഇരിക്കൂ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഒരു നിമിഷം ഈ അമ്മ ഞങ്ങളുടെ കൂടെ നാമം ജപിക്കാൻ അവിടെ മുല്ലൂർലി ദേവരുടെ അമ്പലത്തിൽ വരണതാണ്. അപ്പോൾ ഞാനിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഈ അമ്മയാണ് എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാട്ടോ എന്ന്. പക്ഷേ എനിക്ക് ഫോൺ നമ്പറോ അമ്മയുടെ വീടോ ഒന്നും എനിക്ക് നിശ്ചയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ബാക്കി എല്ലാവരോടും ചോദിച്ചു, അമ്മ എവിടെയാണ് താമസിക്കണേ, അമ്മയെ കൊണ്ടുവരാൻ പറ്റുമോ, എങ്ങനെയാണ് എന്താ അന്വേഷിച്ചു. അപ്പോൾ ഒന്നും നിശ്ചയില്ല. അപ്പം ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് ഇന്നലെ അവിടെ ഭഗവാന് പൂവൊക്കെ വെച്ചിട്ട് ഇറങ്ങിപ്പോൾ ഞാൻ ഗുരുവായൂരപ്പന് ഇഷ്ടമാണ്, ഗുരുവായൂരപ്പനെ കാണാനാണല്ലോ ഞങ്ങൾ വരുന്നത്. കാരണം ഗുരുവായൂരപ്പൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ താല്പര്യം വെച്ചാൽ ഗുരുവായൂരപ്പൻ അമ്മ ഇതാ അങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങൾ അന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി നെല്ലായിലെത്തിയുള്ളൂ. നെല്ലായിലെത്തിയപ്പോൾ ഈ അമ്മ വഴിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയെ നാളെ 1:30 വരണം കേട്ടോ എന്തായാലും. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു ഞാൻ ഫോൺ നമ്പർ തരാമെന്ന്. പക്ഷേ ഞങ്ങൾ ഇത്തിരി തിരക്കിലുള്ള കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ അവിടെയൊന്നും കണ്ടില്ല. ഞങ്ങൾ 1:45 വരെ നോക്കി. ഇവിടെ വരെ എനിക്ക് സങ്കടമായിരുന്നു. എന്തേ ഗുരുവായൂരപ്പ, ഞാനിവിടെ ഇരിക്കുമ്പോഴും നാമം ജപിക്കുമ്പോഴൊക്കെ ഭഗവാനോട് ചോദിച്ചു എന്തേ ഗുരുവായൂരപ്പ ആ അമ്മയെ കൊണ്ടുവരണമെന്നിട്ട് എന്തേ കൊണ്ടുവരാൻ ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഇതാ അവിടെ എത്തിപ്പെട്ടു. ഗുരുവായൂരപ്പ മാല ഇട്ടോളൂ, അമ്മ ഇട്ടോളൂ. അമ്മയല്ലേ ഗുരുവായൂരപ്പൻ വിളിച്ചുകൊണ്ടെന്ന് അമ്മ ഇടൂ. ഇപ്പോൾ തന്നെ പറഞ്ഞ പോലെ അതെന്തായാലും ആ ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട ആളാണ്. സന്തോഷമായി. മാലയിടാനായിട്ട് അമ്മയെ കാത്തിട്ടാവും മാലയിടാൻ മറന്നത്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ
कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे
कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. വീണ്ടും വീണ്ടും എല്ലാവരുടെയും പാദത്തിൽ നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ ആ പരമമായ കാരുണ്യം, അതൊന്നു മാത്രമാണ് നാമം ജപിക്കാനായിട്ട് സാധിച്ചത്. അതിന് ആ ഭഗവാന്റെ പാദത്തിലും ഭക്തജനങ്ങളുടെ പാദത്തിലും വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. എല്ലാം ആ രാധാറാണിയുടെ പാദത്തിൽ പരമപ്രേമമുണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം അവിടെ സമർപ്പിക്കാം. അമ്മ കീർത്തനം ചൊല്ലുണ്ടോ? ആ ചൊല്ലു. ആ ചൊല്ലിക്കോളൂ, എന്നിട്ട് സമർപ്പിക്കാം. കൃഷ്ണ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഒരു വട്ടം അമ്പാടി കണ്ണരെ കണ്ടാന ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. പതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അവിടുന്നപ്പോൾ എന്തോ ഞാൻ മിണ്ടാഞ്ഞു, പറയേണ്ടതൊക്കെ മറന്നു പോയോ. ഒരു കയ്യുമായി ഞാൻ നിന്നപ്പോൾ എഞ്ചുണ്ട് കൊലിയോടെ കണ്ണാ വിളിച്ചു പോയി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. രോമാഞ്ചം തീർത്ഥമന്ദേഹം നിറയ്ക്കുന്നു, വാക്കിടറുന്നു വിയർത്തിടുന്നു. അപ്പോഴും എന്നുള്ളിൽ നിന്നു ഉയർത്തുന്നു കണ്ണനെന്നുള്ളിൽ കേട്ടു ഞാനും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അരികത്തു വന്നെന്റെ ദേഹത്തു തൊട്ടപ്പോൾ അടിമൂടി വീണു ഞാൻ പ്രഭാതത്തിൽ. അവിടെ കിടന്നു കൊണ്ടവിടുത്തെ കാൽത്താഴ് അടിയന്റെ മൂർധാവിൽ വെച്ചു ഞാനും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. തുളസിപ്പൂഗന്ധം വാരക്കുന്ന പാദത്തിൽ തുള്ളിക്കളിക്കും മനസ്സുമായി. നഗരത്ന ശോഭിത പാദപത്മങ്ങളെ മുഖമങ്ങണഞ്ഞു ഞാൻ മുത്തമിട്ടു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പട്ടിന്റെ തുമ്പിൽ പിടിച്ചു ഞാൻ മേലോട്ട് മുട്ടുകുത്തി കൊണ്ടുയർന്നു നിന്നു. പീതാംബരം പോലെ ചേലഹരങ്കനെ പ്രീതി പൂണ്ടേറ്റം പുണർന്നു നിന്നു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പണ്ടിപ്പഴച്ചുണ്ടിലൂറുന്ന പുഞ്ചിരി കണ്ടാലും കണ്ടാലും ആശതീരാം. സുന്ദരനാസിക വർണ്ണങ്ങളും സർവ വന്ദിത ശ്രീമുഖം പാർത്തു ഞാനും. കൃഷ്ണ ഹരേ ജയ
കണ്ണനോടമില്ല. വിട്ടുപിരിയാതിരിക്കുവാൻ ഞാനിന്നും കെട്ടിപ്പിടിക്കുന്നു തൃപ്പാദത്തിൽ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണ. ഒരു നാളും തനി പോലും മാറാതെ കാറ്റോട്ടിൽ കഴിയട്ടെ മറ്റൊന്നും വേണ്ട കണ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആരെങ്കിലും പാടുണ്ടോ വേറെ? അത്തരിൽ ഗോപികൾ തപ്പിയെടുത്തൊരു ഉത്തമമുത്താണ് നാരായണ നാരായണ ഹയ നാരായണ ജയ നാരായണ ജയ നാരായണ. ഭക്തിയാം സിന്ധുവിൻ മധ്യേ വീഴുന്നൊരു സച്ചിന്മലരാണ് നാരായണ. ഗോകുലമാകവേ ശാന്തമായി തീർക്കുന്ന പാവന നാമമേ നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. പാപികൾക്കേറ്റം പ്രയാസമായി തോന്നിയിടും പാടുവാനീ നാമം നാരായണ. നാമറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടുപിരിയാത്ത നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കേൾക്കുന്ന മാത്രയിൽ എല്ലാം മറക്കും
നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം വള്ളിക്കുന്നത്ത് വാഴും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണു കൈകൂപ്പുന്നേ തൃക്കൈ രണ്ടും ശിരസിൽ വസന്നെ നീ കാരുണ്യത്തോടെ അനുഗ്രഹിക്കണമേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ എനിക്കു വേണ്ടതെന്തെന്നു ഞാനറിയും നീലഹേ പ്രബോധീനബന്ധോർഭവ യോദാനം ചെയ്യുക ഏതോചിതം യതിനിക്കില്ല നിദാൻ ചെയ്യാൻ ശരണ്യനായി അതിനാൽ കൃപ കൈക്കൊണ്ടു സന്തതം കാണുകയച്ചുക പള്ളിക്കുന്നത്ത് വാഴും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണു കൈകൂപ്പുന്നേ തൃക്കൈ രണ്ടും ശിരസിൽ വച്ചെന്നെ നീ കാരുണ്യത്തോടനുഗ്രഹിക്കണമേ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം നന്നായിട്ടാ മോളൂ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സമർപ്പിക്കുകയല്ലേ കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ തൊഴാം സരസ്വതീരൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മിസ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകവിശം വൈജയന്തിം ച മാലാം രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീ ഗുരുവായൂരപ്പ ശരണം ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ തിരേണമേ കൃഷ്ണമദീയ ജന്മം രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. പുതുക്കാടാണ് എൻ്റെ സ്ഥലം.
ഞാൻ സുദർശനാമ്മേനെ വീട്ടിലേക്ക് നാമജപത്തിന് വിളിക്കുകയുണ്ടായതാണ്. അത് എനിക്ക് അമ്മേനെ നേരിട്ട് പരിചയമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ജോലിസ്ഥലം നമ്പർ കണ്ട് അങ്ങനെ വിളിക്കേണ്ടായത്. അപ്പോൾ വീഡിയോസൊക്കെ കാണാറുണ്ട്. അമ്മ ഭഗവാന്റെ കഥകൾ പറയണതും ഭഗവാനോടുള്ള അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള അമ്മയുടെ നാമജപമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കണ്ട് ഞാൻ വിളിച്ചു. അപ്പോൾ എനിക്ക് വീട് പുതിയത് ഇപ്പോൾ പണിത് കിട്ടി. അപ്പോൾ ഗുരുവായൂർ വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവായൂരിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗുരുവായൂരെത്തി ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കൃഷ്ണ വിഗ്രഹം വാങ്ങി എല്ലാം അവിടെ പൈസയൊക്കെ അടച്ച് ഭഗവാനെ തൊഴാൻ പോയി. ഭഗവാനെ തൊഴുത് നിൽക്കുമ്പോൾ ഭഗവാൻ അന്ന് നിന്ന രൂപത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഭഗവാൻ എനിക്ക് കണ്ടു മതിയായില്ലല്ലോ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി കടയിൽ വന്ന് വിഗ്രഹം വച്ച വിഗ്രഹം വാങ്ങാൻ പോകുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ കണ്ണൻ, അതായത് വേറൊരു വിഗ്രഹം അവിടെ നിൽക്കുകയാണ്. അതായത് പട്ടുകോണ കൊടുത്ത് ഓടക്കുഴലും എണ്ണയൊക്കെ പിടിച്ച് നിൽക്കണം. ആ ഗുരുവായൂരപ്പൻ തന്ന ദർശനം എനിക്ക് കണ്ടു മതിയായില്ലേ ഭഗവാനെ എന്ന് പറഞ്ഞത് ആളവിടെ കേട്ട പോലെ ആയി. അതേ രൂപത്തിൽ തന്നെ തിരുമുടിമാലയൊക്കെ വെച്ചിട്ട് ആ കണ്ണൻ ഇവിടെ ഞാൻ അതാണ് മറ്റേ വിഗ്രഹം അവിടെ കൃഷ്ണ വിഗ്രഹം വെച്ച് ഈ ഗുരുവായൂരപ്പൻ്റെ ഇങ്ങനത്തെ വിഗ്രഹങ്ങൾ വളരെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ എന്നാണ് ആ കടയെന്ന് പറഞ്ഞത്. ആ കണ്ണനെ കൊണ്ടിവിടെ വന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ സുദർശനാമ്മേനെ നാമജപത്തിന് വിളിച്ചു. അമ്മേനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഒരുപാട് നല്ല എനർജിയാണ് അമ്മയ്ക്ക്. അപ്പോൾ കുറേ വർത്താനം പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റണില്ല. അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയും കാര്യങ്ങളും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. അങ്ങനെ കാര്യം 2 മക്കളാണ് എനിക്ക്. മൂത്ത മോള് 10 വയസ്സ്. അവളും ഇതേപോലെ ഭഗവാന്റെ നാമം ചൊല്ലണം, വൃന്ദാവനത്തിൽ പോകണം, ഇതൊക്കെയാണ് ആഗ്രഹം. അമ്മ എവിടേക്കൊക്കെയാണോ അമ്പലങ്ങളിൽ പോകണം അവിടേക്കൊക്കെ ഇപ്പോൾ ഗുരുവായൂർക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ പരീക്ഷയ്ക്ക് എനിക്ക് കൊണ്ടുപോകണം. പിന്നെ ചേട്ടൻ ആള് ഗൾഫിലായിരുന്നു, മനോജാണ്. ആളിങ്ങനെ അമ്പലത്തിൽ പോകാൻ എപ്പോൾ പോകണമെന്ന് വെച്ചാലും റെഡിയായിട്ട് നമ്മൾ കൊണ്ടുപോകാനൊക്കെ തയ്യാറാണ്. അതായത് ആളും എന്നോട് ചേർന്ന് നിൽക്കുന്ന ആൾ തന്നെയാണ്. എല്ലാം തന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഇനി തരാൻ പോണതും കൂടെ ഉണ്ടാവണതും ഒക്കെ ആൾ തന്നെയാണ്. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവണം വെച്ചാൽ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആള് എല്ലാം കൊണ്ട് നടന്നോളൂ. എൻ്റെ പേര് പത്മിനി. എൻ്റെ മോളുടെ വീട്ടിൽ നിന്ന് ഒരു ഭജന നടന്നു. അമ്മ വന്ന് ഭജന നടത്തി. സന്തോഷമായി, വളരെയധികം സന്തോഷം. ഞാൻ മിനിഞ്ഞാന്നത് മോള് വിളിച്ച് പറഞ്ഞപ്പോൾ ഇതൊന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. എൻ്റെ വീട് ശരിക്കും ചാലക്കുടിയാണ്. അമ്മ ഇവിടെയല്ലേ അപ്പോൾ താമസിക്കുന്നവരുടെ കൂടെ? ചാലക്കുടിയിൽ നിന്ന് വന്നതാണോ അപ്പോൾ? ഓ അത് ശരി. ചാലക്കുടിയിൽ എവിടെയാ? ചാലക്കുടി അന്നനാട്. ഞാൻ വിചാരിച്ചു ഇവരുടെ കൂടെയാണ് അമ്മ താമസിക്കണേ. ഞാൻ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ താമസിക്കാൻ ഇപ്പോൾ മോൻ്റെ അടുത്തേക്ക് അവിടെ പറഞ്ഞ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവും. ശരി ശരി. എന്തായാലും ഒരു അമ്മ നന്നായി ഭജന പാടി ഗുരുവായൂർക്ക് പോകാറുണ്ടാ? പിന്നെ വ്യാഴാഴ്ച പോയി ഞാൻ ഭഗവാനെ 6 പ്രാവശ്യം തൊഴുതു. ഹരേഷ്ണ. കാലത്ത് 2 പ്രാവശ്യം, വൈകിട്ട് 2 പ്രാവശ്യം, മറ്റേ കാഴ്ചശിവേലി എല്ലാം കണ്ടു. നന്നായി, സന്തോഷമായി. അപ്പോൾ പരിചയപ്പെടാൻ പറ്റിയതിനും സന്തോഷം. എന്താ പേരെന്താ? മനോജ് അല്ലേ? എവിടെയാ വർക്ക് ചെയ്യണേ? ചെയ്യാനല്ലേ? ശരി ശരി. എന്തായാലും നല്ല സന്തോഷം ഇവിടെ വന്നേല്. ഇന്ന് മകേരപ്പുറപ്പാട് വീട് താമസിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ടായില്ല. പെട്ടെന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം മാത്രമേ. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി ഇവിടെ വന്നപ്പോൾ. കണ്ണനെ കാണാൻ കൊതിച്ച് ഓടി വന്നതാ. ശ്രീ പറഞ്ഞ് കൊതിപ്പിച്ചു. അപ്പോൾ അതെന്തായാലും സന്തോഷം. മാധവനും